ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു നാടൻ ഇല തോരനാണ് കേട്ടോ കാണിക്കുന്നത്. സാമ്പാർ ചീര എന്നറിയപ്പെടുന്ന ഈ ചീരയാണ് ഇന്ന് തോരൻ വെച്ചിരിക്കുന്നത്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചീര തോരൻ തന്നെയാണ്. ഈ കാണുന്നതാണ് സാമ്പാർ ചീര. അതിൻ്റെ മേലെ കാണുന്ന ചെറിയ വയലറ്റ് പൂക്കളാണ് അതിൻ്റെ ഉള്ളിലാണ് ഈ ചീരയുടെ വിത്തുകൾ ഇരിക്കുന്നത്. ഇത് ഒരു കമ്പോ ഒരു ചെടിയോ കൊണ്ടൊന്ന് കുഴിച്ചിട്ടാൽ മതി. ധാരാളം ഇഷ്ടം പോലെ ചീര പൊട്ടിമുളച്ച് പിന്നെ വന്നോളും. വിത്ത് വീണ് പൊട്ടിമുളച്ച് വന്നോളും. ഇപ്പോൾ അതിൻ്റെ കൂമ്പ്, അതായത് തളിരിലകളും തളിര് തണ്ടുമാണ് ഞാൻ ഒടിച്ചെടുത്തിരിക്കുന്നത്. അത് ഒടിച്ചെടുക്കുകയാണ് നല്ലത്. കത്തി കൊണ്ട് മുറിക്കേണ്ട ആവശ്യമില്ല. ഒടിച്ച് എടുത്തിരിക്കുന്നത് തോരനായിട്ട്. മൂത്ത ഇലകളും തണ്ടൊക്കെ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. അതിൽ ഞാര് കൂടുതലുണ്ടായിരിക്കും. ഇത് നല്ലോണം 4-5 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുക്കണം. കാരണം ഈ ചീര താഴെ തന്നെയാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അതിലിപ്പോൾ മഴയൊക്കെ ആയ കാരണം ഇഷ്ടം പോലെ മണ്ണും പൊടിയൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ നല്ലോണം കഴുകി കളഞ്ഞ് കൂമ്പ് ഇലയും അതിൻ്റെ കൂമ്പ് തണ്ടും കൂടി എടുത്ത് ചെറുതാക്കി അരിഞ്ഞെടുക്കുക. അതിൻ്റെ തണ്ട് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. കിളിർത്ത തണ്ട് കളയേണ്ട ആവശ്യമില്ല. അതും ചെറുതാക്കി ഇതിൻ്റെ കൂടെ അരിഞ്ഞ് ചേർക്കാം. ഇത് അരിഞ്ഞ് എടുത്തിട്ടാണ് നമ്മൾ തോരൻ വയ്ക്കുന്നത്. അപ്പോൾ ആദ്യം അത് നമുക്ക് ഫുൾ ഇലയും തണ്ടും ഒക്കെ അരിഞ്ഞ് വയ്ക്കാം. എന്നിട്ട് ഒരു ചട്ടി വെച്ച് അതിലേക്ക് കടുക് വെളിച്ചെണ്ണ വീഴ്ത്തി കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നല്ലോണം ഒരു 15 ചുവന്നുള്ളിയും ഒരു 4-5 വെളുത്തുള്ളിയും എടുത്ത് അത് തൊലി കളഞ്ഞ് നല്ലോണം ചതച്ചെടുക്കാം. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി നൈസ് മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കാം. ഞാൻ ചില്ലി ഫ്ലേക്സ് ഇല്ലാത്ത കാരണം 4-5 മുളക് കുതിർത്തിട്ട് അത് ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടെ ആവശ്യമായ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലോണം അത് മൊരിയിച്ച് എടുക്കാം. അതിന് ശേഷം അതിലേക്ക് ആവശ്യമായ കുറച്ച് തേങ്ങ ആദ്യമേ ചേർത്ത് കൊടുക്കാം. കാരണം തേങ്ങയും ഇതൊക്കെ നല്ലോണം ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം മാത്രമാണ് ചീര ഇട്ട് കൊടുക്കുള്ളൂ. കാരണം ചീരയ്ക്ക് വെണ്ടക്കായ്ക്കുള്ള പോലത്തെ ഒരു സ്റ്റിക്കി സ്വഭാവം ഉണ്ട്, അതായത് ഒരു വഴുവഴുപ്പ് ഉണ്ട് ഈ സാമ്പാർ ചീരയ്ക്ക്. അപ്പോൾ അത് ഇല്ലാതെ ഡ്രൈ ആക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം ഡ്രൈ ആയതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീര, അതായത് തണ്ടും ഇലയും കിളുന്ത് തണ്ടും ഇലയും ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് അതിലേക്ക് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സാമ്പാർ ചീര തോരൻ വയ്ക്കുമ്പോൾ ഒരിക്കലും അത് മൂടി വെച്ച് വേവിക്കരുത്. തുറന്നിട്ട് ചട്ടിയിൽ ഇങ്ങനെ പരത്തി കൊടുത്ത് അത് വെള്ളം വലിയിച്ച് എടുക്കണം. കാരണം അതിൻ്റെ കൊഴുപ്പ് എന്നാലേ പോയി കിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ കർക്കിടക മാസമൊക്കെ ആയ കാരണം ഇലക്കറികൾ കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്.